അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് താമര വിത്ത് കൊണ്ടുള്ള റെസിപ്പിയാണ്. താമര വിത്ത് എന്ന് പറയുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് പോപ്കോൺ പോലെ ഇരിക്കണം. താമര സീഡ്സ് കൊണ്ടുള്ള റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് 50 ഗ്രാം താമര സീഡ്സ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ നെയ്യോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അല്പം ഒരു സവാളയുടെ പകുതി സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അല്പം മുളക് പൊടി, പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ കൂടെ വേണം. കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. പാനിനെ അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ 1 സ്പൂണിൻ്റെ അളവിന് വെളിച്ചെണ്ണ, ഒരല്പം. അല്ലെങ്കിൽ കയ്യിൽ നെയ്യാണ് ഇത്തിരി കൂടി ടേസ്റ്റ് ഉള്ളത്. നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണയുള്ളൂ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ. ഈ സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഒരല്പം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റുക. ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. സവാള ഭയങ്കരമായിട്ട് കുഴഞ്ഞ് മറിയേണ്ട കാര്യമല്ല, ഒരല്പം വഴന്ന് കിട്ടിയാൽ മതി. വഴന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള്, നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 50 ഗ്രാമിൻ്റെ ലോട്ടസ് സീഡാണ് ഉള്ളത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മസാല കൂട്ടാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട്, അതിന് ശേഷം ഒരു നുള്ള് കുരുമുളക് പൊടി, അത് കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ള് മുളക് പൊടി. ഇത് ഇത്രയും ഇട്ട് നല്ലോണം വഴറ്റുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വഴറ്റുക. കുട്ടികളെല്ലാം കൂടി നല്ലോണം വഴറ്റുക. ഇതെല്ലാം നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ഈ ലോട്ടസ് സീഡ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ആ മസാല നല്ലോണം ഇതിലോട്ട് പിടിക്കാൻ വേണ്ടി വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കി വെച്ച് വേണം ഇത് ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. ഇത് കുക്കായി വരുമ്പോഴേക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ മസാലയെല്ലാം ഇതിൽ പിടിച്ച് വരുന്നത് വരെ കുക്ക് ചെയ്യുക. ഇപ്പോഴേക്കും റെഡിയായി. നമ്മുടെ ഒരു സീഡ് എടുത്ത് കയ്യിൽ നോക്കുക, അതിങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടോയെന്ന്
നോക്കണം. നോക്കുമ്പോഴാണ് കുക്കായെന്ന് അറിയുന്നത്. അങ്ങനെ റെഡിയായി. ഇനി കഴിച്ച് നോക്കാം. ഇത് അമ്മ കഴിച്ച് നോക്കി കൊള്ളാമെന്ന് പറയുന്നത്. അല്പം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പാത്തൂനും കൊടുത്ത് നോക്കാം. കൊള്ളാവോ? സ്നാക്സ് പോലെയൊക്കെ കഴിക്കാൻ കൊള്ളാം. പാത്തൂന് വേണ്ട.